നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, നിങ്ങളിൽ നിന്ന് ആരാണ് സ്വന്തം സമ്പത്തിനേക്കാളും അനന്തരാവകാശികളെ സമ്പത്തിനെ സ്നേഹിക്കുന്നവർ? അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലി. സ്വന്തം സമ്പത്തിനേക്കാളും അനന്തരാവകാശികളാകുന്ന മക്കളോ സഹോദരങ്ങളോ അവരെ മക്കളോ പിതൃവ്യനോ അവരെ മക്കളോ അങ്ങനെ തൻ്റെ മരണശേഷം തൻ്റെ സ്വത്തിൻ്റെ അവകാശികളായിട്ട് വരുന്നവരുടെ സമ്പത്തിന് സ്വന്തം സ്വത്തിനേക്കാളും സ്നേഹിക്കുന്നവർ ആരാണ്? ഈ ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു മറുപടിയുണ്ട്. എല്ലാവർക്കും അവരവരുടെ സമ്പത്തിനോടായിരിക്കുമല്ലോ പ്രത്യേകമായ സ്നേഹവും താല്പര്യവും ഉണ്ടായിരിക്കുക. ഇതുതന്നെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മറുപടി പറഞ്ഞത്. മാ മിന്ന അഹദുൻ ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി മിൻ മാലി വാരിസിഹി. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് മുഴുവൻ ആളുകളും സ്വന്തം സ്വത്തിന് അനന്തരാവകാശികളെ സ്വത്തിനേക്കാൾ സ്നേഹിക്കുന്നവരാണ്, അല്ലാത്തവർ ഞങ്ങളെ കൂട്ടത്തിൽ ആരുമില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് സ്വഹാബത്തിനോട് പറയുകയാണ്, എങ്കിൽ ഫഇന്ന മാലഹു മാ ഖദ്ദം വ മാല വാരിസിഹി മാ അഖർ. എങ്കിൽ ഒരാളുടെ സ്വന്തം സ്വത്ത് എന്ന് പറയാൻ പറ്റിയത് അവൻ നാളത്തേക്ക് വേണ്ടി ഇന്ന് മുന്നോട്ട് എടുത്തു വെക്കുന്നത് ഏതോ അത് മാത്രമാണ്. വ മാലു വാരിസിഹി മാ അഖർ. അവൻ്റെ അനന്തരാവകാശികളെ ധനം അവൻ പോകുന്ന സമയത്ത് ഇവിടെ ഇട്ടേച്ച് പോകുന്ന ധനവുമാണ്. നാളെ ഉപകരിക്കണമെന്ന് കരുതി അല്ലാഹു തആല നമ്മോട് ചെലവഴിക്കാൻ പറഞ്ഞ നല്ല ഹൈറായ വഴിയിലേക്ക് ചെലവഴിക്കുന്ന സമ്പത്ത് ഏതുണ്ടോ ഇതാണ് ശരിക്ക് തൻ്റേത്. അല്ലാത്തത് അവകാശികൾക്കുള്ള സ്വത്താണല്ലോ. അപ്പോൾ തൻ്റെ സ്വന്തം സ്വത്തിന് അനന്തരാവകാശികളെ സ്വത്തിനേക്കാൾ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ സമ്പത്തിനെ വർദ്ധിപ്പിക്കുവാനും അത് കൂടുതലാക്കാനുമല്ലേ ശ്രമം നടത്തിയിരിക്കേണ്ടത്. അപ്പോൾ നാളെ ഉപകരിക്കാൻ വേണ്ടി ഈ ലോകത്ത് നിന്ന് ചെലവഴിക്കുന്ന സമ്പത്തായിരിക്കണം കൂടുതലായിട്ട് കണക്കിലെടുക്കപ്പെടേണ്ട ധനമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ ഈ യാഥാർത്ഥ്യം അള്ളാഹു ഒരു ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ സ്വന്തം കാര്യത്തിന് വേണ്ടി നാളെ നിങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി ഈ ലോകത്ത് വെച്ച് എടുത്തു വെക്കുന്നതും മുന്തിച്ചു വെക്കുന്നതും എന്തോ അത് തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അത് സാമ്പത്തികമായ വിനിയോഗം മാത്രമല്ല, അല്ലാഹു തആലക്ക് ത്വഅത്തായി അല്ലാഹു തആലയെ അനുസരിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഏത് കാര്യങ്ങളും, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ദാനധർമ്മങ്ങളാവട്ടെ, കുടുംബബന്ധം ചേർക്കലാവട്ടെ, അങ്ങനെ പുണ്യകരമായ ഏത് കാര്യവും നാളത്തേക്ക് വേണ്ടി എടുത്തു വെക്കുന്നുവെങ്കിൽ അത് അല്ലാഹു തആലയുടെ അടുത്ത് പ്രതിഫലമായി നാളെ നിങ്ങൾക്ക് കിട്ടും. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെയും അല്ലാഹു തആല നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന അതേ ഹദീസിൻ്റെ താല്പര്യം തന്നെയാണ്. അല്ലാഹു തആല ഈ ലോകത്ത് വെച്ചുകൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നാളെ അതിൻ്റെ പ്രതിഫലം സമ്പാദിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.